ഹലോ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ അമ്മയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എൻ്റെ ക്ലാസ്സും കഴിഞ്ഞ് റിട്ടേൺ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു അനിയനുണ്ട്, അതായത് വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള അനിയനാണ്. അവന് +2 കഴിഞ്ഞ്, പക്ഷേ +2 പാസ്സാവാനായില്ല. അതുകൊണ്ട് 10ാം ക്ലാസ് ബേസ് ചെയ്തിട്ട് അവന് എന്തെങ്കിലും കോഴ്സിന് ചേരേണ്ടിയിട്ട് അവൻ എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവനിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ്, അപ്പോൾ അവൻ ചില ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ സംസാരിച്ചു. എന്താണെന്ന് വെച്ചാൽ അവൻ പറയുന്നത് എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു ശമ്പളമുള്ള ജോലി കിട്ടണം, അങ്ങനെയൊക്കെയാണ് അവൻ സംസാരിക്കണം. കാരണം ഇപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം പഠിച്ച ഒരാൾക്കും മര്യാദയ്ക്കുള്ളൊരു ജോലി കിട്ടുന്നില്ല. അതുമാത്രമല്ല, നമ്മൾ പഠിക്കുന്ന കാര്യം ഒരിക്കലും നമുക്ക് ജോലിയായിട്ട് കിട്ടുന്നുമില്ല. കാരണം പഠിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു അക്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ ഒരു ബയോമെഡിക്കലോ അല്ലെങ്കിൽ അങ്ങനെ കുറേ ഫീൽഡ് ഉണ്ടല്ലോ. നമ്മളതെല്ലാം പഠിച്ച് അല്ലെങ്കിൽ വലിയ ഡിഗ്രിയും കാര്യങ്ങളും എടുത്ത്, പക്ഷേ ലാസ്റ്റ് എത്തുക ഏതെങ്കിലും ഒരു ജോലി നമുക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത, നമ്മൾ പഠിച്ചതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറേ പണിക്കായിരിക്കും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ, എൻ്റെ അനിയൻ ഇങ്ങനെ ചോദിക്കും, ഏട്ടാ ഏതാ നല്ല ജോലി, എന്നാ ചെയ്യണ്ടേ? കാരണം അവന് ഞാൻ പറഞ്ഞാൽ IT കൊടുത്തിട്ട് എന്തെങ്കിലും ഇതിപ്പോൾ നമ്മളും അത് തന്നെയാണ് സംസാരിക്കുക. കാരണം നീ എന്തിനെങ്കിലും കൊടുത്തിട്ട് കിട്ടുന്നതിന് പോയി പഠിക്കുക, എന്നിട്ട് ബാക്കി നോക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മളും അവനോട് സംസാരിക്കുക. കാരണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് അപ്പോൾ ഞാനിങ്ങനെ അവനോട് സംസാരിക്കുന്ന കേട്ടിട്ട് എനിക്ക് തീരെ പരിചയവും ഇല്ല, ഇതുവരെ കണ്ടിട്ടുമില്ല, അങ്ങനെ ഒരു അമ്മ. കാരണം എൻ്റെ അമ്മയുടെ പ്രായം ഉണ്ടാവും, ഈ ഒരു രീതിയിലാണ് അവർ. കാരണം ഞാൻ ഇവനോട് ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടിട്ട് ഞാൻ കോള് കട്ട് ചെയ്ത പാട് അവരെന്നോട് ചോദിക്കുന്നത്, നീ ആരോടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ